ഹലോ ഗെയ്സ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എവർക്കും സ്വാഗതം ഗെയ്സ്. അപ്പോൾ നമ്മുടെ ഇന്ന് ഒരു ചെറിയൊരു സ്ഥലം വരെ പോവുകയാണ്. അതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ട് മലയൻകീഴ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ക്രിസ്മസ് കാർണിവലാണ്. അപ്പോൾ വർഷങ്ങളോളം അവിടെ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അവിടെ പോയിട്ട് അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ളോഗായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പം സമയം ഒരു 7:30 ആയിട്ടുണ്ട്. അപ്പോൾ 7:30 ആകുമ്പോൾ ഇറങ്ങിയത് രാത്രി ആണ് ഇതിൻ്റെ ഫുൾ വൈബ് നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇന്നൊരു ഫ്രീ ആയിട്ടിരുന്നപ്പോൾ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ഇന്നലെ തുടങ്ങിയതാണ് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ തന്നെ ആഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി നേരെ അവിടെ മലയൻകീഴ് പള്ളിയിൽ CSI പള്ളിയിൽ ചെന്നിട്ട് ബാക്കി വിഷ്വൽസ് എല്ലാം നമുക്ക് അവിടെ നിന്ന് കാണാം. അപ്പോൾ നമുക്ക് നേരെ അവിടെ പോവാം ഗൈസ്. അപ്പോൾ നമ്മളിത് അങ്ങനെ മലയൻകീഴ് CSI പള്ളിയിൽ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അവിടെ വരുമ്പോൾ തന്നെ അടിപൊളി ഒരു ആർച്ചയൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ അകത്ത് കയറാനായിട്ടുള്ള ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഇതേപോലെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴാണ്. അപ്പോൾ ഒരാൾക്ക് 70 രൂപയാണ് റേറ്റ് വരുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ഇതുവരെ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ സ്റ്റാറാണ് ഇപ്പോൾ എൻ്റെ മുമ്പിലുള്ളത്. 110 അടി നീളമുള്ള സ്റ്റാറാണ് ഇപ്പോൾ എൻ്റെ മുമ്പിലുള്ളത് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുക്കാം. അതിന് എക്സ്ട്രാ പൈസയോ അങ്ങനെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത്രയും വൈഡായിട്ട് എടുത്തുകൊണ്ടാണ് നമുക്ക് ചെറുതായിട്ട് തോന്നുന്നത്. നമുക്ക് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും ഇത് എന്തുമാത്രം വലുതാണ് ഈ സ്റ്റാർ എന്നുള്ളത്. വൈഡായിട്ട് എടുത്തിരിക്കുന്ന വീഡിയോ ആണ്. നമുക്ക് ഇങ്ങോട്ട് താഴോട്ട് പോകുമ്പോഴായിട്ടാണ് ബാക്കി വിഷ്വൽസ് എല്ലാം നമുക്ക് കാണാനായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ 70 രൂപയാണ് ഒരാൾക്ക് നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാനായിട്ടുള്ള പ്രൈസ് വരുന്നത്. ഇനി നമ്മൾ കയറാനായിട്ട് പോകുന്നത് ബെത്ലഹേമിലോട്ടാണ്. പണ്ടത്തെ കാര്യങ്ങളെല്ലാം തന്നെ വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ക്രിസ്മസ് കാർണിവൽ കാണാനായിട്ട് 22 ഡിസംബർ മുതൽ 2025 ജനുവരി 1 വരെ നമുക്ക് ഇവിടെ വന്ന് കാണാവുന്നതാണ്. വൈകുന്നേരം 6 മണി മുതൽ രാവിലെ 12 മണി വരെ നമുക്കിവിടെ വന്ന് ഇതെല്ലാം ആസ്വദിക്കാനായിട്ട് പറ്റും. 5 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുള്ള പാസ് ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് കയറാവുന്നതാണ്. ഇത്രയും ദിവസം ക്രിസ്മസ് കാർണിവൽ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ പോയത് ലേസർ ഷോയിലോട്ടാണ്. 20 രൂപയുണ്ടെങ്കിൽ നമുക്ക് ലേസർ ഷോ അകത്ത് കയറാനായിട്ട് പറ്റും. അപ്പോൾ അകത്ത് കയറുമ്പോൾ ഇതേപോലെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് കേട്ടോ. 5 മിനിറ്റ് ആണ് ഇതിൻ്റെ ദൈർഘ്യം വരുന്നത്. അപ്പോൾ 5 മിനിറ്റിൻ്റെ അത് വെച്ചിട്ട് എത്ര പേരുണ്ടോ അത്രയും പേര് ഷോ നടത്തുന്നതായിരിക്കും. പിന്നെ അവിടത്തെ കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ബിയർ കുപ്പി വെച്ചിട്ടുണ്ടാക്കിയ ക്രിസ്മസ് ട്രീ ആണ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത് കേട്ടോ. ഫുള്ള് പച്ച ബിയർ കുപ്പി വെച്ചിട്ടാണ് നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഒരുപാട് സെൽഫി പോയിന്റ്, അതായത് നമുക്ക് ഫോട്ടോസ് എടുക്കാനായിട്ടുള്ള ഒരുപാട് പോയിന്റ് അവിടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അടിപൊളിയാണ്. പിന്നെ അതോടൊപ്പം തന്നെ ലൈറ്റ് എന്ന് പറയുന്നത് അടിപൊളിയായിട്ട് തന്നെ അവർ ഓരോ മരത്തിലായിരുന്നാലും ഇവിടെ എല്ലായിടത്തും തന്നെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ പോയത് വാട്ടർ ഫൗണ്ടൈൻ കാണാൻ വേണ്ടിയിട്ടാണ്. അടിപൊളിയായിട്ട് തന്നെ ഇവിടെയും നമുക്ക് കാണാനായിട്ട് പറ്റും. മഞ്ഞും അതോടൊപ്പം തന്നെ അതിൻ്റെ അടുത്ത് വെള്ളച്ചാട്ടവും അടിപൊളിയായിട്ട് തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പാട്ടിനനുസരിച്ച് വെള്ളം പോകുന്നത് നമുക്ക് അവിടെ അപ്പുറത്തായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ അവിടെ തന്നെ ചെറുതായിട്ട് ലേസർ ഷോയും നമുക്ക് ചെറുതായിട്ട് അവിടെ കാണാനായിട്ട് പറ്റും.
പിന്നെ ഇവിടെ തന്നെ അക്യോ പെറ്റ് ഷോ ഉണ്ട്. അപ്പോൾ ഇതിന്റെ അകത്ത് കയറാനായിട്ട് പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഈ അക്യോ പെറ്റ് ഷോ നമുക്ക് കാണാനായിട്ട് പറ്റും. ഫിഷസും അതോടൊപ്പം തന്നെ ബേർഡ്സും എക്സോട്ടിക് ബേർഡ്സ് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് തന്നെ നമുക്ക് ഇതിന്റെ അകത്തുണ്ട് കേട്ടോ. ഗൈസ് ഇത് കണ്ടില്ല അക്യൂറത്തിന്റെ അകത്ത് പൂച്ച കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ അവരുടെ ഒരു ചെറിയൊരു ട്രിക്കാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ അത് കണ്ടതിന് ശേഷം നമ്മൾ പുറത്തായിട്ട് ഇറങ്ങിയപ്പോൾ ഇതിന്റെ വൈഡ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി വ്യൂ ആയിരുന്നു. ഗൈസ് അങ്ങനെ സൂര്യകാന്തി പടത്തിന്റെ അവിടെയൊക്കെ നമ്മൾ വന്നേക്കാണ്. പിന്നെ ഇതിന്റെ അടുത്തായിട്ട് തന്നെ നമുക്ക് ഒരുപാട് സ്റ്റോൾ കാണാനായിട്ട് സാധിക്കും. നമുക്ക് എന്തെങ്കിലും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മേടിക്കാനായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ അകത്തുനിന്ന് മേടിക്കാം. പിന്നെ കണ്ടില്ലേ ഗൈസ് പ്ലാസ്റ്റിക് സ്റ്റാർ ഒക്കെ നമുക്ക് പറ്റും. പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഒരുപാട് പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള പാർക്കുണ്ട്. അപ്പോൾ അവിടെയും വേണമെന്നുണ്ടെങ്കിൽ പിള്ളേർക്ക് കളിക്കാവുന്നതാണ്. പിന്നെ ഇത്രയും തേരപ്പാല നടന്നില്ലെന്നും പറഞ്ഞ് ഫുഡും കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നേക്കാണ്. അപ്പോൾ ഫുഡും കഴിച്ച് പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് തന്നെ നമ്മുടെ കാട്ടാക്കട എത്തിയപ്പോൾ തന്നെ ഇവിടെ ക്രിസ്മസിന്റെ അടിപൊളിയായിട്ടുള്ള ഡാൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാട്ടാക്കട ജംഗ്ഷനിൽ നടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് അവിടെ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. പിന്നെ അടിപൊളി ഡാൻസ് ആയിരുന്നു. അപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു, ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സൈഡ് ഒതുക്കി നമ്മൾ വീഡിയോ എടുക്കാനും ആയിട്ടൊക്കെ നിന്നു. അപ്പോൾ അടിപൊളി ഡാൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഡാൻസ് കളിച്ച് ആരെങ്കിലും ഈ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക.